ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുന്നൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ്. അവിടെ ഐസ് ബേയുടെ ഒരു സെക്ഷനുണ്ട്, ഫ്രണ്ടിൽ കയറി ചെല്ലുന്നിടത്ത് തന്നെ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഉടനെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വേണമെന്നായ മോനെ. അപ്പോൾ ഞാനും അവനും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രോസറിയൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയേ. അപ്പോൾ എനിക്ക് ഒരു 4-5 സാധനം വാങ്ങാനേ ഉള്ളായിരുന്നു. നമ്മൾ അങ്ങനെ വാങ്ങാൻ പോയാലും എടുത്തെടുത്ത് വരുമ്പോൾ കുറച്ചധികം ആവുമല്ലോ. എങ്കിലും എനിക്ക് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ. അപ്പം മോന് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് നിന്നിട്ട് അതിൽ എത്ര പീസ് കിട്ടും, അതിൻ്റെ ഡേറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും അവൻ എടുത്തിട്ടില്ല. അവൻ വേറൊരു ബിസ്ക്കറ്റാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം ഉള്ളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ചെടിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഒരു നഴ്സറിയിലേക്ക് വന്നേ. അപ്പോൾ ഈ നഴ്സറി ഉള്ളത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഒരു ട്രിപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ആ നഴ്സറിയിലൂടെ ഒന്ന് കയറി. അവിടെ ഒരുപാട് വെറൈറ്റീസിലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു, പിന്നെ പൂക്കളുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പൂക്കളുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ബാൽക്കണിയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്ര ചെടികളാണ് ഞാനവിടെ വാങ്ങി വെക്കാറ്. ഒരുപാട് ചെടികൾ നമ്മളിങ്ങനെ കൂട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിൽ കൂടി പോയി നടന്ന് നിന്ന് വെള്ളം ഒഴിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടാതാവും. അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ അത് വാങ്ങി വയ്ക്കുള്ളൂ. അപ്പം നമ്മുടെ പുതിയ വർഷമൊക്കെ വന്നിരിക്കുകയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു പുതിയ കുറച്ച് ചെടികളിലൂടെയൊക്കെ വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ മാസത്തെ ബഡ്ജറ്റിൽ ഞാൻ 2 ചെടിയാണ് വാങ്ങി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ചെടിയും 2 ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ ചെടികളും വാങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ചെടികളൊക്കെ വാങ്ങിയാലും കൊണ്ടുപോകാനൊക്കെ സൗകര്യമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് 2 മണി കഴിഞ്ഞപ്പോഴാണ് പോയത്. ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയത്. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്ന് മേലൊക്കെ കഴുകി അങ്ങനെ ഇരുന്നപ്പോൾ മക്കൾ കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു പരീക്ഷണശാലയിലായിട്ട് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സാധനം പോയി ചെന്ന് രണ്ടുപേരും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റും ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഡേറ്റ്സൊക്കെ ഇട്ടിട്ടൊരു കേക്കാണ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ അതെന്താവുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സാധനമൊക്കെ റെഡിയാക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ബിസ്ക്കറ്റ് അതുപോലെ അങ്ങ് കഴിച്ചാൽ പോരെ, കേക്കായിട്ട് തന്നെ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ വേണം, അതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബേക്കറും കാര്യങ്ങളൊന്നും എനിക്ക് അല്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. അവർ പറയുന്ന അളവൊന്നും ആയിരിക്കില്ല, കാരണം നമുക്ക് അത്രയൊന്നും അളവൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു മനസ്സിലൊരു മെഷർമെൻറ്റ് കാണുമല്ലോ, നമ്മൾ അതിനനുസരിച്ച് ഇട്ടിട്ടാണ് ഞാനിതുപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മൈദ, കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വന്നു തുടങ്ങും, റെഡിയായോ എന്ന് പറഞ്ഞ്. അത് എല്ലാ വീട്ടിലും ഉള്ളതാണോ എന്ന് അറിഞ്ഞൂടാ, ഇവിടെ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. കുറച്ച് സ്പീഡ് കൂട്ടി കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചോക്ലേറ്റിലൊക്കെ എൻ്റെ മക്കൾ കൈവച്ച് തുടങ്ങി. അതുകൊണ്ട് ഞാനും ഒന്ന് സ്പീഡപ്പിന് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഒന്ന് മൈദയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് ഇളക്കി ശരിയാക്കണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ മോനും കൂടി ആളും കൂടെ വന്നിട്ടുണ്ട്. കിച്ചണിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് അവൻ വന്ന് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എനിക്ക് പിന്നെ തോന്നിയത് കുറച്ച് മിക്സിയിൽ ജാലിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നി. എന്തായാലും ഞാൻ വിസ്ക് വെച്ചിട്ടാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാലൊക്കെ ഞാൻ നേരത്തെ എടുത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ആയപ്പോൾ ഞാൻ പൊടികൾ പതുക്കെ അല്പം ഇട്ടിട്ട് ഒന്ന് ചേർത്തൊന്ന് കട്ട പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാൻ ഇതുപോലെ ചില ദിവസങ്ങളിലൊക്കെ ഇമാതിരി പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. ചിലപ്പോൾ ക്ലീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിലായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്തി, നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ അവരുടെ കാര്യം. അപ്പോൾ അത് കണ്ടെത്തി നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുകയാണെങ്കിൽ വേറെ നമുക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവാറില്ല. ഞാൻ മുമ്പ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് വേറെ എത്തപ്പെടുന്നത് വേറൊന്നിലായിരിക്കും. അപ്പോൾ ഞാൻ സ്വയം തന്നെ എന്നെ തന്നെ ബിസി ആക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ആയ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ അങ്ങ് മുഴുകിയിരിക്കാറാണ് പതിവ്.
ചെയ്തത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ ഡെക്കറേഷനായിട്ട് നമ്മൾ ചോക്ലേറ്റ് ആയ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറി മിൽക്ക് ഇതുപോലെ വാങ്ങി വെച്ചിരിക്കുന്നതിന് കുറച്ച് നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു ബാറ്റർ ഒഴിച്ച് ഒരു ലെയർ ഇട്ടിട്ട് അതിന് മുകളിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് വീണ്ടും ഒരു ലെയർ ബാറ്റർ ഒഴിച്ച് അങ്ങനെ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങ് താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കാണ് അവന് ജെംസിൻ്റെ മുട്ടായി കഴിക്കാൻ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി അവരിതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഡെക്കറേഷനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡേറ്റ്സ് ആണ്. അപ്പോൾ എനിക്കിതുപോലെ കേക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഡേറ്റ്സ് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് കൂടെ കുറച്ചായിട്ട് കയ്യിൽ വെച്ച് കട്ട് ചെയ്തെന്നല്ല, കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ പിഞ്ഞ് അങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തേ. ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടില്ലായിരുന്നു. വീണ്ടും ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും തുറന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നേരം ഇരുന്ന് തണുക്കാനുള്ള സമയമൊന്നും ഇവിടെ കൊടുത്തിട്ടില്ലേ. അതിന് മുന്നേ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബഹളം കാണിച്ചിട്ട് ഞാൻ അതിനെ കേക്കിനെയൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തിലോട്ട് ഇടുവാണ്. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ മിക്കപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്തായിരിക്കും. വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ ചൂടാറാൻ സമയം കിടക്കില്ല. പിന്നെ അത് മുറിക്കണം, കഴിക്കണം, എല്ലാം പെട്ടെന്ന് ശടപടയെന്നായിരിക്കും. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കാണാനുള്ള ലുക്ക് മാത്രമല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ക്രീമി ടെക്സ്ചറായിരുന്നു. അതിൻ്റെ ചോക്ലേറ്റൊക്കെ നല്ല ക്രീമി പോലെ ആയിട്ടിരുന്ന് നല്ല ഒരു ടേസ്റ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ടെക്സ്ചറിലോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയിരുന്നത്. എനിക്കറിയാവുന്നുള്ളൊരു രീതിയിൽ എൻ്റെ മനസ്സിൻ്റെ കണക്കനുസരിച്ച് ഞാൻ ഓരോന്നായിട്ട് ഇടുകയാണ് ചെയ്തത്. എന്നിട്ടും ഇത് ഇത്ര നല്ല ഭംഗിയിൽ ടേസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.